ഹലോ കൂട്ടുകാരെ, ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കല്യാണ റിസപ്ഷനിലാണ്. അപ്പോൾ കല്യാണ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഫുഡാണ് മെയിൻ. അപ്പം നമുക്കും ഫുഡ് തന്നെയാണ് കേട്ടോ മെയിൻ. അപ്പം നമുക്ക് നേരെ കല്യാണ റിസപ്ഷനിലോട്ട് പോകാം. എന്നിട്ട് ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്നത് കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഐറ്റംസ് എന്തൊക്കെയാണുള്ളതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ്റെ ഐറ്റംസ് പൊറോട്ട, അപ്പം, റൈസ്. അപ്പോൾ ഈ ഐറ്റംസ് നമ്മൾ നോക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളത് മറുകയിൽ ഞാൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറി, ഒരു കയ്യിൽ ക്യാമറ, മറുകയിൽ നമുക്കുള്ള പ്ലേറ്റ്. ഇതിൻ്റെ വെജിറ്റബിൾ കുറുമ, സലാഡ്, അച്ചാറ്, ഐസ്ക്രീം. അപ്പം എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഐറ്റംസ് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു, അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു മോശമാണോ നല്ലതാണോ എന്നറിയില്ല, ഒരു സ്വഭാവമുണ്ട്. നല്ല ഫുഡ് ആര് തന്നാലും അത് കഴിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ സന്തോഷം അവരെ അറിയിക്കണം. ഒരു പക്ഷേ മോശമാണെങ്കിൽ അവരുടെ അടുത്ത് പ്രശ്നവും ഉണ്ടാക്കും കേട്ടോ, മോശം ഫുഡ് തന്നാൽ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ ഒന്ന് കാണണമെന്നും അവരോട് അതിനുള്ള ഒരു നന്ദി. ഇത്രയും നല്ല ഫുഡ് നമുക്ക്, ഒരുപക്ഷെ അവരുടെ ജോലി ആയിക്കോട്ടെ, എങ്കിൽ പോലും അത്രയും ടേസ്റ്റായിട്ട് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുന്ന അവരെ കണ്ടിട്ട് ഒരു അഭിനന്ദനം പറയണമെന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ആഗ്രഹം അണ്ണൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അണ്ണൻ അത് നിരുത്സാഹപ്പെടുത്തിയില്ല, നേരെ എന്നെ വിളിച്ചുകൊണ്ട് കലവറയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ദേ അവരിവിടെ നിൽപ്പുണ്ട്. രണ്ടമ്മാവന്മാർ തകർത്ത് വെച്ച് ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തകർത്ത് വെച്ച് പൊറോട്ട അടിച്ച് ചുട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡിൽ അപ്പം ചുട്ട് കൂനിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് മൊത്തം അപ്പം ചുട്ട് ആ ചട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് കേട്ടോ. എത്ര ബർണറുകളിലായിട്ടാണ് അവർ ഇത്രയും അപ്പം ചുട്ടിരിക്കുന്നത് നോക്കിക്ക്. ഒരേ സമയം എനിക്കൊരു തോന്നുന്നു ഒരു 12-15 അപ്പമെങ്കിലും ഒരേ സമയം ചുടാൻ പാകത്തിലുള്ള ആ ബർണറും ഒക്കെയാണ്. പിന്നെ ഇതേ അടുപ്പിൽ എന്തൊക്കെയോ പാചകിക്കുന്നുണ്ട്, എന്തൊക്കെയോ അടുപ്പിൽ കിടക്കുന്നത് ഇങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കലവറയിൽ. അപ്പം ദേ ഈ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഈ കലവറയുടെ കാര്യക്കാരൻ. അപ്പം അതാണ്ട് കണ്ടോ, വാർപ്പിനകത്തൊക്കെ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ വെന്ത് കിടക്കുക. പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ചിക്കൻ കറിയൊക്കെ. അപ്പം അതിൻ്റെ മറു സൈഡിൽ നമ്മുടെ റൈസ് ഇരിപ്പുണ്ട്. അപ്പം ഈ സമയം കൊണ്ട് തന്നെ ഞങ്ങളുടെ അണ്ണൻ നമ്മുടെ കലവറക്കാരനെ തപ്പിപ്പിടിച്ച് നമ്മുടെ അഭിനന്ദനമൊക്കെ അറിയിക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അണ്ണനാ അപ്പൊ ഇത് ചെയ്യുന്നല്ലേ? അതെ. അണ്ണാ, ഞങ്ങൾ ഇവിടെ കല്യാണത്തിന് വന്നതാ. ഒത്തിരി താമസിച്ചു കേട്ടോ. അപ്പൊ വന്നപ്പോ ഇത്ര നല്ല രീതിയിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയ ആളെ തിരക്കിയിട്ട് ഞങ്ങൾ അണ്ണനെ കണ്ടുപിടിച്ച. അപ്പൊ ഇതാണ് ഒരു ഭക്ഷണം ഇതുവരെ ഞങ്ങൾ ഒരുപാട് കല്യാണം കൂട്ടത്തിൽ വന്നതിൽ വെച്ച് നല്ല അസാധ്യ ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണമാണ് കിട്ടിയ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അണ്ണനെ കാണാൻ വിചാരിച്ചു വന്നേ. അണ്ണന്റെ പേര് എന്തുവാ? എന്റെ പേര് സലാമനം പിള്ള എന്ന് പറയും. എന്റെ ഒറിജിൻ പേര്. എന്റെ സ്ഥലം ഉപ്പൂട് കല്ലടയാണ്. കല്ലട ഉപ്പൂട്. അണ്ണാ ഇതിപ്പോ എത്ര കൊല്ലം കൊണ്ട് ചെയ്തത്? ഞാനിത് 20 വർഷം കൊണ്ട് ചെയ്തു. അടുത്ത ജനുവരി ആവുമ്പോ 21ാമത്തെ കാൽവെപ്പ. 21ാമത്തെ വർഷം. 21ാമത്തെ വർഷത്തിലേക്ക് കാലുവെക്കുവാണ്. വലിയ വലിയ പരിപാടിയൊക്കെയാണ് ചെയ്യും. ഏത് പരിപാടിയും, എന്ത് പരിപാടി, സദ്യ ആയാലും ടീ പാർട്ടി ആയാലും ബിരിയാണി ആയാലും എല്ലാം, ഏത് ഫുഡും നമ്മുടെ ഇത്രയും ഭാഗത്തേ ഉള്ളൂ കേരളത്തിൽ എവിടെയും. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ദൂരെയൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പേര് ശ്രീഹരി കാറ്ററിംഗ്. ശ്രീഹരി കാറ്ററിംഗ് ഉപ്പൂട്. 20 കൊല്ലമായി. 20 വർഷമായി. 21ാമത്തെ വർഷം. 2025 21ാമത്തെ വർഷത്തിലേക്ക് പോവാം. അണ്ണാ ഇത് നോക്കിക്കണ്ട് നടത്തുന്നേ ഉള്ളൂ അതോ? ഞാൻ ചെയ്യാ, എന്നാലും ഞാൻ ചെയ്യും. ഞാനാ ചെയ്യുന്നത്. ബാക്കിയുള്ള സബ് ജോലിക്കാർ അല്ല. ഞങ്ങൾ ഒത്തിരി കാറ്ററിംഗുകാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാറും ഒക്കെ കൊണ്ടിട്ട് മോലാളി ഇങ്ങനെ വെളിയിൽ നിൽക്കും. ഞങ്ങൾ അങ്ങനെ ഈ മോലാളിയെ തപ്പി ഇവിടെ എല്ലാം നടന്നു. അപ്പഴാ പറഞ്ഞ ആ അടുക്കള ഭാഗത്തങ്ങളെ പോയി നോക്കാം, അങ്ങനെ പുള്ളിയെ കാണാണ് കേട്ടോ. ഞാനാ നോക്കില്ല. ഇപ്പൊ ഇതുവരെ അണ്ണൻ ഒരു ഉദ്ദേശം എത്ര കല്യാണം ചെയ്തതാണ്? അത്രയും ചെയ്തു. ഈ മറ്റന്നാളും കല്യാണം നമ്മുടെ പുത്തൂര് ചെല്ലത്തി വെച്ചാണ് അതിന്റെ കല്യാണം. ഈ ഫംഗ്ഷന്റെ കല്യാണം തിങ്കളാഴ്ച, അതായത് 23 അവിടെ ഞങ്ങളാണ്. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും മറ്റേത് വേറെ അല്ല. എനിക്ക് ഇത് കൂടാതെ പൗത്രേശ്വരത്തെ ഒരു ശ്രീഹരി ഹോട്ടൽ എന്നും പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ വരും, ഉറപ്പായിട്ടും വരും. ഓക്കെ. എത്ര തൊഴിലാളികളുണ്ട്?
ഞങ്ങൾക്കിപ്പോ ഓരോ സെക്ഷന് അനുസരിച്ച് അങ്ങനെ പറയാണെങ്കിൽ 8-9 പേരോളം ഉണ്ട് ഇപ്പൊ പാചകക്കാര്. ആ പാചകം. പിന്നെ 10-35 തൊഴിലാളികൾ. തൊഴിലാളികൾ, പെൺകുട്ടികൾ, വിളമ്പുകാര്. പിന്നെ അതിനോടനുബന്ധിച്ച് പണിയുടെ ഐറ്റം അനുസരിച്ച് വീണ്ടും ജോലിക്കാരെ എങ്ങനെയാലും 10-25 പേരോളം നമ്മൾ വിളിച്ചാൽ ഇന്നത്തെ ഒരു റിസപ്ഷൻ എത്ര പേരുണ്ടായിരുന്നു? ഇന്ന് ഞങ്ങൾ 9 പേരാണ്. അതല്ല, എത്ര പേരുടെ പരിപാടിയായിരുന്നു? ഇത് 1200. 1200. വലിയ പരിപാടിയായിരുന്നു. വലിയൊരു സാധാരണ നമ്മുടെ ഇവിടെ നല്ല ഫുഡാ കിട്ടുന്നെങ്കിൽ അതിന് അഭിപ്രായം പറയണം എന്നുള്ള ഒരു താല്പര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒത്തിരി അതുകൊണ്ട് ആ സാധനത്തിന്റെ ടേസ്റ്റ് കണ്ടപ്പോ അതിന്റെ ആള് വെച്ച ആളിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ അണ്ണനെ തിരക്കി വന്നതാണ്. പക്ഷെ എന്നാ സൂപ്പർ ഫുഡായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇനി എവിടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അണ്ണന്റെ ആണെന്നറിഞ്ഞാൽ വിളിച്ചില്ലേലും വരും. കല്യാണത്തിന് വിളിച്ചില്ലേലും ഞങ്ങൾ വരും. ഓക്കെ, ശരി എന്നാ. ഓക്കെ, താങ്ക് യു. വളരെ നന്നായി. അണ്ണനെ നമ്മുടെ മധുവണ്ണന്റെ കൂടെ എത്ര കൊല്ലം കൊണ്ടുണ്ട്? ഈ ഒരു 20 കൊല്ലം കൊണ്ട്. മധുവണ്ണൻ തുടങ്ങിയപ്പോ തൊട്ട് അണ്ണനും ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും ചങ്കും കരളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് ഒരേ ആത്മാർത്ഥതയോട് കൂടിയാണ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കുന്നതല്ലേ? അതെ. അപ്പം വേറെ വർക്കുകളൊക്കെ ഒരുപാട് അണ്ണന്റെ മധുവണ്ണന്റെ ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെയും ഉണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, മധുവണ്ണന്റെ സന്തത സഹചാരിയാണ്. കൊള്ളായിരുന്നു. നല്ല ടേസ്റ്റി ഉള്ള ഫുഡായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ കൊടുക്കാറുള്ളൂ. പ്രത്യേക റെസിപ്പി വല്ലതും ഉണ്ടോ നിങ്ങൾക്ക് ഇതിന്? അയ്യോ, ഞങ്ങൾ പ്രത്യേക മായങ്ങളൊന്നും ചേർക്കാറില്ല. സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പൊ നിങ്ങളുടെ കാറ്ററിംഗിന്റെ പേരെന്താ പറഞ്ഞേ? ശ്രീഹരി കാറ്ററിംഗ്. ശ്രീഹരി കാറ്ററിംഗ്. അപ്പോ ഉപ്പൂട്. അണ്ണന്റെ പേരെന്തുവാ? രായമ്പിള്ള. അണ്ണൻ ഞാൻ ഇങ്ങോട്ട് കേറി വന്നപ്പോഴേ അവിടെ തകർത്ത് പൊറോട്ട അടിക്കുന്നുണ്ട്. അണ്ണൻ എത്ര കാലം കൊണ്ട് ഈ വർക്ക് ചെയ്യുന്നു? അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ പൊറോട്ട മേക്കറാന്നുള്ളത്. ഞാൻ 49 കൊല്ലമായി. 49 വർഷം കൊണ്ട് ഈ ജോലി. അണ്ണൻ ഈ പൊറോട്ട മാത്രമേ ഉള്ളൂ അതോ എല്ലാ വാക്കും അറിയാം? എല്ലാം ചെയ്യും. പക്ഷെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന പൊറോട്ടയാണെന്നേ ഉള്ളൂ. ഈ കടയിൽ കയറി ചേട്ടൻ പൊറോട്ടയുടെ പരിപാടിയുള്ള അങ്ങനെ അതങ്ങ് ഏറ്റു. നമ്മുടെ ഈ അണ്ണന്റെ കൂടെ വന്നതിന് ശേഷം പൊറോട്ടയുടെ ഒഴിവുള്ളതുകൊണ്ട് അവിടെ ഏറ്റല്ലേ? ഒഴിവുള്ളതുകൊണ്ട് അവിടെ പിടിച്ചു. അല്ലാതെ അണ്ണനും എല്ലാത്തിലും എല്ലാ വാക്കും അറിയാം. ഇങ്ങനെ വർക്കൊക്കെ അതുകൊണ്ട് വരുമ്പോ അണ്ണനും കൂടെ പുറത്തു കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ കാണാം. കടവായി 10ാം ക്ലാസ് പഠിച്ച കാലം മുതലേ ഞാൻ ഇറങ്ങിയതാ ഇപ്പൊ പരിപാടിക്ക്. 10ാം ക്ലാസ് തൊട്ട് ഇറങ്ങിയതാ. 73, 74 ഞാൻ 10ാം ക്ലാസ് വരെ ആയിരുന്നു. പിന്നെ ഹോട്ടൽ പണിയിൽ ഹോട്ടൽ ബിരിയാണി ആയി. കൊള്ളായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് നിങ്ങളെല്ലാവർക്കും തരുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാട്ടോ. നമ്മൾ ആ ഫുഡ് കഴിച്ചത് കൊണ്ടാണ് ഇവിടെ കലവറയിലേക്ക് നിങ്ങളെ തിരക്കി വന്നത്. ഇത്രയും നല്ല ഇത് തന്നത് കൊണ്ട് താങ്ക് യു അണ്ണാ. താങ്ക് യു. ഓക്കെ. എന്റെ പേരെന്തുവാ? എന്റെ പേര് സുരേഷ്. അപ്പൊ ഈ ഇവിടുത്തെ ഈ കാറ്ററിംഗ് നടക്കുന്ന ആളുമായിട്ട് വല്ല അടുപ്പമുണ്ടോ ചേട്ടനാ? അപ്പൊ പുള്ളി പറഞ്ഞായിരുന്നു എന്റെ ഒരാളുണ്ട് പാചകം, അദ്ദേഹമാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ എല്ലാം നോക്കി കണ്ട് നടത്തുവന്നു. താങ്കളാണോ ഉത്തരവാദിത്വവും? ഉത്തരവാദിത്വം ഞാൻ തന്നെ. പാചകം ചെയ്യുന്നത് ഞാൻ. മെയിൻ പാചകം ചേട്ടനും ഉണ്ട്, ഞാനും കൂടെ. എത്ര കൊല്ലമായി? 22 വർഷത്തോളമായി. 22 വർഷം. അന്ന് തൊട്ടേ ഞങ്ങൾ രണ്ടും കൂടെ എല്ലാം ചെയ്യും. മൊത്തം ചെയ്യും. അപ്പൊ ഇപ്പൊ നാളെ മറ്റന്നാ ഈ കല്യാണത്തിന്റെ പാചകവും സുരേഷാ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒടിപൊളി. നിങ്ങളെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ തപ്പി വന്നതാ. റെസിപ്പി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം പിന്നെ പലവ്യഞ്ജന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഒരു വിഷാംശങ്ങളും ഒരു കെമിക്കലും ചേർത്തില്ല. ഒരു കെമിക്കലും ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ എല്ലാം മസാല കൂട്ട് തന്നെ ഞങ്ങളാണ് ചെയ്യുന്നത്. എല്ലാം കടയിൽ നിന്ന് മേടിച്ച് പൊടിക്കുക, കഴുകി എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി അതിന്റെ വേണ്ടത് ചേരുവകളെല്ലാം. അപ്പൊ നിങ്ങൾ ഈ മുമ്പേ കൂട്ടി ഇത് തയ്യാറെടുക്കൊണ്ടിരിക്കുമോ? കല്യാണം ഉള്ളപ്പം സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോ എല്ലാം തയ്യാറാക്കി. കല്യാണം മാത്രമല്ലല്ലോ, ഇവർക്ക് ആൾറെഡി ഒരു ഹോട്ടലുണ്ട്. അതിന്റെ പേര് ശ്രീഹരി എന്ന. അതിന്റെ പേര് ശ്രീഹരി എന്ന. കൊല്ലം ജില്ലയിലെ പൗത്രേശ്വരം. നിങ്ങളുടെ ഇത് ഉപ്പൂടില്ലല്ലോ? ഉപ്പൂട് ഞങ്ങളുടെ സ്ഥാപനം അവിടെ. കാറ്ററിംഗിന്റെ സ്ഥാപനം അവിടെ ഈ ഹോട്ടൽ പൗത്രേശ്വരം. അപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ എല്ലാരും കേട്ടല്ലേ? ഈ പൗത്രേശ്വരത്ത് വഞ്ചിമുക്കിൽ ശ്രീഹരി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന ചെറിയൊരു ഹോട്ടൽ മുതലാളി മധുവണ്ണനും സ്വന്തം സഹോദരൻ സുരേഷ് എന്നാ പുള്ളിയുടെ പേര് പറയുന്നത്. അവര് രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തുന്ന
വലിയൊരു സംരംഭമാണ്. ഇന്നിപ്പോ ഒരു 12,000 പേരുടെ ഒരു പരിപാടിയാണ് നടത്തിയത്. ഈ മനുഷ്യനാണ് ഇതിന്റെ മെയിൻ താരം. അവരുടെ ചേട്ടച്ചാരി പറഞ്ഞു കഴിഞ്ഞു, ഞാനിതൊക്കെ നോക്കി കണ്ട് നടത്തുന്നതേ ഉള്ളൂ, പിന്നെ എല്ലാം ഞാൻ നോക്കും. പക്ഷേ എന്റെ അനിയൻ, എന്റെ ചങ്ക് എന്റെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഈ ചങ്കിനെ നമ്മൾ കണ്ടുപിടിച്ചു. താന്റെ ഇതാള് വളരെ നന്നായി കേട്ടോ. സൂപ്പർ ടേസ്റ്റാ, അടിപൊളി, അസാധ്യം. വീണ്ടും നമുക്കും എന്തെങ്കിലും ഒരു അവസരം വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ ശ്രീഹരിയെ തന്നെ കാര്യം മെയിൻ കാര്യം മതോണം പറഞ്ഞായിരുന്നു, ഞങ്ങൾ വളരെ നോർമൽ റേറ്റിൽ കേരളത്തിന്റെ എവിടെ പോയി ചെയ്തു. ഞങ്ങൾ ഒരു 10-35 പേരുണ്ട്, ഞങ്ങൾ എത്ര വലിയ പരിപാടി കേൾക്കും എന്ന് ചങ്കൂറ്റത്തോടെ പുള്ളി പറയുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഇവരെ നമ്മൾ മാത്രം പരിചയപ്പെട്ടാൽ പോരാ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇവരെ നിങ്ങൾക്കും കൂടി വീഡിയോ എടുത്ത് പരിചയപ്പെടുത്തി തരുന്നു. അപ്പോൾ ഇവർ എത്ര വലിയ റിസപ്ഷൻ ആയിക്കൊള്ളട്ടെ, എന്ത് തരം ഫംഗ്ഷൻ ആയിക്കൊള്ളട്ടെ, അതിന് ഭക്ഷണം ഉത്തരവാദിത്തത്തോടു കൂടി നല്ല ടേസ്റ്റായിട്ടും ചെയ്തു തരുമെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം ടേസ്റ്റ് ഉള്ളതാണെന്ന് നമുക്കും ബോധ്യം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇതേപോലെ കാറ്ററിംഗ് ആവശ്യങ്ങളുള്ളവർ ഇവരെ ബന്ധപ്പെടുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇവർ നമുക്ക് വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.